guys, welcome back to my channel Naomi and Nirvela. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നത് എന്ത് വീഡിയോ ആയിട്ടാണ്? Hair care video. അതെ, ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മുടി നല്ല ജടയാണ്, വേറെ എടുത്തിട്ടില്ല, പഴിച്ചിട്ടുള്ളൂ. മുടി നെറുകയിൽ കെട്ടി വെച്ചൊക്കെയായിരുന്നു കേട്ടോ ഗൈസ്. അവള് രാത്രിയായ നെറുകയിലാണ് കെട്ടി വെക്കാറ്. അതെ അതെ. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ആന്ധ്രയ്ക്ക് പോണതിൻ്റെ മുന്നേ ആന്ധ്രയ്ക്ക് പോകുന്നതിന് മുന്നെയാണ് ഹെയർ കെയർ വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ടില്ല. എന്താ നീ പറയാൻ വന്ന്? ഞങ്ങൾ ഒരു ദിവസം കഞ്ഞിവെള്ളം ഉലുവയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കഞ്ഞിവെള്ളം പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. അതെ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ ഇതാ മുല്ലപ്പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ട, ഞാൻ നീക്കി വെച്ചതാ. കണ്ട, മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടോ, കുറ്റിമുല്ല, നല്ല മണാണ്. അപ്പോൾ എന്നാ നമുക്ക് കറ്റാർവാഴ പൊട്ടിക്കാം കേട്ടോ. കറ്റാർവാഴ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. കറ്റാർവാഴ കൂടാതെ അതെ ഒരു സാധനം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതോ ആരാ പറഞ്ഞത് എന്നോട് ഇത് 10 മണിയാന്ന്? ഇത് 10 മണിയൊന്നല്ല, നല്ല ഭംഗിയില്ല കാണാൻ. എന്താണെന്നറിയില്ല കേട്ടോ ഗൈസ്. ഈ ചെടിയുടെ പേര് അല്ല പൂവിൻ്റെ പേര് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതെ 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 ഗൈസ്, കണ്ട ഈ കള്ളിപ്പൂച്ചയെ കൊണ്ട് തോറ്റു. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങി കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കാറിൽ ഇത് വാങ്ങിയിട്ടുണ്ട്. എന്താ ഷീറ്റല്ല, കാറിൻ്റെ കവറ് വാങ്ങിയിട്ടുണ്ട്. ബുദ്ധിയില്ലാതെ ഓരോന്ന് പറയും. കാറിൻ്റെ കവർ ഇടണം, പിന്നെ കാറ് വാഷ് ചെയ്യാൻ കൊടുക്കണം, കുറേ പണികളുണ്ട്. പിന്നെ മറ്റേ ടാർപ്പായ കെട്ടണം, അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കറ്റാർവാഴ. ഒന്നിതാ 3 കറ്റാർവാഴയാണ് കേട്ടോ ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എല്ലാ ജില്ലകളിലും മഴ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കറ്റാർവാഴ പൊട്ടിക്കാം. എന്നാ കറ്റാർവാഴ നിനക്ക് പറ്റില്ല മുറിക്കാം, ഞാൻ മുറിക്കാം. വീഡിയോ എടുത്തോളൂ. മുറിക്കാൻ പറ്റുന്നില്ല. കിട്ടിയാ? അപ്പൊ ഗൈസ്, ഈ ഒരു കറ്റാർവാഴയാണ് ഞങ്ങൾ മുറിച്ച്. വിഷാണ്, അത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ കളഞ്ഞണം കേട്ടോ. അത് യൂസ് ചെയ്താൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും. തലയ്ക്കാണെങ്കിലും മുഖത്താണെങ്കിലും അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇത് ഒന്ന് ഇതൊന്ന് കളയാൻ കേട്ടോ. നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ഇവിടെ അങ്ങനെ ചാരി വെക്കേ. ഇതെന്ത് പോവാ? എന്താ അറിയില്ലേ? എഡിറ്റ് ചെയ്യരുത്, ഇങ്ങനെ ഇടണമെന്നല്ലേ? അതെ, അമ്മയ്ക്കറിയില്ല അത്ര. എന്താല്ലേ ഓയ്, ഇതാണ് ഗൈസ് ചെമ്പകം. നല്ല വേണം. പറയൂ. കൊഞ്ചിട്ടാ എന്തിന്? വേണ്ട. അതല്ല, അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, കറ്റാർവാഴ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ മഞ്ഞ ഇതിട്ടോ, ഈ സാധനം പോണം അവിടെ ചെത്തിയിട്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ വീഡിയോ ഞാൻ കാട്ടിത്തരേ. ചെത്തിട്ടോ ഈ ഭാഗം കഴുകുകയാണ്. ആ ഭാഗം നല്ലപോലെ കഴുകണം. പിന്നെ നമ്മൾ ഇവിടുന്ന് പൊട്ടിക്കുക. ചെറുതായൊരു മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ കഴുകുക. നല്ല ക്ലീനായിട്ടോ അങ്ങനെ വേണേ. ഗൈസ്, ദാ വേദു ഹായ് പറ. ഗൈസ്, വേദു മഴ പോയി. തൊപ്പി അമ്മ ഇട്ടുകൊടുത്തു, ആ മഴ കൊള്ളാതിരിക്കാൻ. ചെറുതായൊരു മഴ ഉണ്ട്. അപ്പോൾ വേദു പറയാം മഴ പോയിന്ന്, തൊപ്പി വേണ്ടാന്ന്. വേദു ഹായ് പറ. മൂടില്ല. എടുക്കുകയാണ്.
വേദോടെ കരയെ നമുക്ക് കാണാം. കട്ട് ചെയ്തോ. അവളുടെ മുടി വേറെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിഞ്ഞിക്കിടാണ ഇതാ മുടി ഇപ്പോൾ വേറെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആന്ധ്രയിൽ പോയ ശേഷം മുടി അങ്ങനെ ഇപ്പോൾ താഴും അങ്ങനെ കെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അവിടുത്തെ വെള്ളം നന്നല്ല. അപ്പോൾ ഞങ്ങൾ നല്ല വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവളുടെ മുടി കഴുകിയിരുന്നത്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകിയിരുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അങ്ങനെയാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മുടിയുടെ തുമ്പ് ഞങ്ങൾ പോണതിൻ്റെ മുന്നേ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, അവളുടെ ഒരു ചെമ്പൻ പോലുള്ള ഫുള്ള് ബ്ലാക്ക് അല്ല, ഇത്തിരി ചെമ്പൻ കളറാണ്. തിരിഞ്ഞിക്ക് കണ്ണാ മുടി കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തലയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ, കഞ്ഞിവെള്ളം. നമ്മുടെ മാർക്കു തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതൊന്ന് ഇളക്കണേ നന്നായിട്ട്, കൈ കൊണ്ട് ഇളക്കാം കേട്ടോ. അതുകൊണ്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. പിന്നെ വേണ്ടത് അലോവേരയുടെ ആ പൾപ്പ് എടുക്കുക. ചിലർ അലോവേരയുടെ ജെല്ല് വാങ്ങാൻ കിട്ടുമല്ലോ, അതായാലും യൂസ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഈ കളറ് നിങ്ങൾ കാര്യമാക്കണ്ട. അവർ പറഞ്ഞത് കൊട്ടത്തേങ്ങ ആക്കിയോണ്ട് വന്ന കളറാണ് എന്നാണ് കേട്ടോ. അത് ഞങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയതാണേ. അതിൽ മുടി ഇവിടുന്ന് വന്നതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അത്. ഇതും യൂസ് ചെയ്തിട്ട് തലയ്ക്ക് എങ്ങനെയാണ് നമ്മളിത് തേക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് തലയിൽ തേച്ച് പിടിക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു പാക്കാണ്, ഹെയർ പാക്കാണ് ഇത്. നിങ്ങൾ ഒന്ന് തലയിൽ ഇത് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. തല സ്മൂത്ത്നെസ് ആവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോവാനും സ്പ്ലിറ്റ് നെറ്റ്സ് പോവാനും ഒക്കെ നല്ലതാണ്. അതുപോലെ കഞ്ഞിവെള്ളം മാത്രം തലയിൽ തേച്ചാലും മതി. കഞ്ഞിവെള്ളം മാത്രം തലയിൽ തേച്ചാലും നല്ലതാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒന്നും തേക്കണം എന്നൊന്നുമില്ല. കഞ്ഞിവെള്ളം മാത്രം തേച്ചാലും തലയ്ക്ക് ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. വേദു ഹായ് പറയടാ കണ്ണാ. എവിടെ അപ്പി? അപ്പം ഞാൻ അലോവേരയുടെ പൾപ്പ് എടുക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ഗൈസ് അലോവേരയുടെ ഈ സൈഡ് ഈ മുള്ളുള്ള സൈഡ്, അതെ മുള്ളുള്ള സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് കളയണം കേട്ടോ. കട്ട് അപ്പോൾ ഗൈസ് ഈ സൈഡും 2 സൈഡും കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ മുള്ള് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു പാത്രത്തിൽ ഓക്കെ അമ്മ ആ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുകയാണ്. ഒരു ചെറിയ പീസും കിട്ടും എൻ്റെ മുഖത്തേക്ക്. ഇങ്ങനെ എടുക്കുക. നല്ല ജെല്ല് പോലെ. അലോവേരയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാട്ടോ. നിങ്ങൾക്ക് ഒന്ന് ആക്കാം. നമ്മളിതിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉടക്കുന്നേ ഉള്ളൂ. നമുക്കിവിടെ കറണ്ട് ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ മിക്സിയിൽ പെടാത്തത്. ഇപ്പോൾ വരും വെച്ചിട്ട് കറണ്ടിനെ കാത്തിരുന്നു ഞങ്ങളുടെ കണ്ണും കൈയും ഒക്കെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അലോവേര ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയെടുക്കുക, ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കഞ്ഞി വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നീ എന്തിനു നിൻ്റെ കയ്യിലാക്കണ? അപ്പോൾ ഗൈസ് നമുക്ക് ഈ അലോവേര ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടിയും മിക്സിയിലിട്ടിട്ട് പൊട്ടിച്ചേരാം നന്നായി ആഡ് ചെയ്യുക. പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് എങ്ങനെ തേച്ചാലും മുടിക്ക് നല്ലതാണേ. കണ്ടോ, എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ മുടിക്ക് ആവശ്യമായ എണ്ണയും കൂടിയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് ഇത് തലയിൽ നന്നായി അപ്ലൈ ചെയ്യണേ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കാണാം.
അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കലും അപ്ലൈ ചെയ്യലും നടക്കില്ല. അമ്മമ്മേനെ വിളിക്കണം. ഞങ്ങൾ മുടിയിൽ തേക്കാൻ പോവുകയാണേ. അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ എടുക്കും വേണം, മുടിയിൽ തേക്കും വേണം, നടക്കില്ല. അമ്മ തോർത്തെടുത്ത് വന്നോളൂ തല ഇതാക്കാൻ, അല്ലെങ്കിൽ പിന്നെ അത് മറക്കും എപ്പോഴും. എന്നും ഞങ്ങൾക്കൊരു മറവില്ലതാ. അപ്പം മുടിയൊക്കെ ജട കളഞ്ഞു നന്നായിട്ട്. അപ്പം പിന്നെ അമ്മ വന്നു. അമ്മ അകത്ത് എന്തോ കൂട്ടാൻ അരക്കിയായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കലും അത് ചെയ്യലും കൂടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അമ്മോട് വരാൻ പറഞ്ഞത്. അപ്പോൾ മുടിയൊക്കെ നന്നായി വേറെടുത്ത ശേഷം തലമുടിയിൽ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മിക്സ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും വേണം, തലയോട്ടീൻ്റെ മാത്രമല്ല മുടിയുടെ അടിയിലും ഒക്കെ തേക്കാം. പിന്നെ ഈ മുടിയുടെ അടിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ്നെസ് വരുമല്ലോ, അതിനെ നമുക്ക് ഈ വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് പേര് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി അങ്ങനെ പൊട്ടിപ്പോകുന്നതിന് എന്താ ചെയ്യുന്നത്. ബേബിയുടെ മുടിയും ഇടയ്ക്ക് അങ്ങനെ പൊട്ടിപ്പോവാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഈ യൂസ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഞങ്ങളുടെ ഈ കഞ്ഞിവെള്ളം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. ബാക്കി വന്നു. നമ്മുടെ മുടിക്ക് എത്രയാണ് ആവശ്യം, മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് മുടിക്ക് ആവശ്യമായ കഞ്ഞിവെള്ളം നമ്മൾ എടുത്താൽ മതി. തോനെടുക്കൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ ആദ്യം എടുത്തപ്പോൾ ഒരു വട്ടം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കൂടുതൽ എടുത്തു. അതായത് തലയിൽ തേച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഞങ്ങൾ ഒരു മാസത്തോളം ഒരു ഹെയർ കെയറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ആയതുകൊണ്ട്. മുടിയിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം നന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവളേനെ നമ്മുടെ ഫിൽറ്റർ വെള്ളത്തോണ്ടാണ് തല നനച്ചായിരുന്നത്. അത് പിന്നെ കുഴപ്പമില്ലല്ലോ, അത് നല്ല വെള്ളമായിരുന്നു. എണ്ണ തേക്കലും ഷാമ്പൂ ഇടുമ്പോഴൊക്കെ അങ്ങനെയാണ് ആ വെള്ളമാണ് യൂസ് ചെയ്യുക. പൈപ്പ് വെള്ളം ആകെ പാത്രം മോറുക, പിന്നെ അതുപോലെ തന്നെ തിരുമ്പുക, അങ്ങനത്തെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം അവിടുത്തെ വെള്ളം അത്ര നന്നല്ല. എത്ര പറഞ്ഞാലും നമ്മുടെ കേരളത്തിലെ വെള്ളം തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ മുടി അമ്മ എല്ലാവരുടെയും നന്നായി തേച്ച് പിടിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അലോവേര നമുക്ക് അതിൻ്റെ ജെല്ല് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച ശേഷം ചേർത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കഷ്ണങ്ങൾ അലോവേരയുടെ വരില്ലയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ അലോവേര ജസ്റ്റ് കൈ കൊണ്ട് മിക്സ് ചെയ്തത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അലോവേരയുടെ ജെല്ല് തലയിൽ തട്ടുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അലോവേര പൊട്ടിക്കുമ്പോൾ ആ മഞ്ഞക്കറ ഒരിക്കലും പാടാൻ പാടില്ല. തലയിലാണെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും, മുഖത്ത് പറ്റിയാലും അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്കിത് എങ്ങനെയാണ് അതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോഴാണ് പിന്നെ ഞാൻ ഏതൊക്കെയോ വീഡിയോസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ മഞ്ഞ വിഷമാണ് എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കുട്ടികൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും മുതിർന്നവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ. ഇപ്പോൾ മനസ്സിലാവുമല്ലോ കുറേ പേർക്ക്. ഞാനിത് പറഞ്ഞു തരണം. നമ്മൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തണമല്ലോ. മറ്റുള്ളവർക്കും അങ്ങനെ വരണമെന്ന് നമ്മൾ വിചാരിക്കരുതല്ലോ. അപ്പം നമുക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും അത്. കാരണം ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കഞ്ഞിവെള്ളം. അപ്പോൾ ബേബിയുടെ മുടി മുഖത്തേക്കൊക്കെ വരിക എന്ന് പറയുമായിരുന്നു കേട്ടോ. മുടിയല്ല, കഞ്ഞിവെള്ളം മുഖത്തേക്ക് വരിക. അപ്പോൾ അവൾ മേലേക്കിട്ടില്ല. അത് തല നനച്ചിട്ട് പിന്നെ ഞാൻ അവളോട് പോയി മേലേക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇതങ്ങനെ കെട്ടി വയ്ക്കുക, കുറച്ച് നേരം കെട്ടി വെക്കണം അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ. പിന്നെ തുമ്മലും ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 5 മിനിറ്റോളം അതവിടെ വെച്ചു, എന്നിട്ടാണ് കഴുകി കളഞ്ഞത്. അപ്പോൾ അമ്മ എന്തോ വേറെ പണിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നല്ല വെള്ളത്തിൽ തല കഴുകി കളയുക. ഇപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴ നല്ലോണം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പാലക്കാട് ജില്ലയിൽ മഴയുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ വേറെ വല്ല ഹെയർ കെയർ ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യുക. നമുക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി June 1-ന്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളിൽ വിട്ടുപോകും. അപ്പോൾ ഹെയർ കെയർ വീഡിയോ ഇനി 2-3 ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടാവുക അറിയില്ല. അപ്പോൾ മുടി എല്ലാവരുടെയും നന്നായി കഴുകി ആദ്യം നമുക്ക് എണ്ണ തേച്ചിട്ട് വേണമെങ്കിൽ ഈ കഞ്ഞിവെള്ളവും അലോവേരയും തേച്ചാൽ മതി കേട്ടോ. എണ്ണ തേച്ച് മുടി നന്നായി ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെയും ചെയ്യാം. അതല്ല, കഞ്ഞിവെള്ളത്തിൻ്റെയും അലോവേരയുടെയും മിക്സിലേക്ക് ഞാൻ ചെയ്ത പോലെ വെളിച്ചെണ്ണ 1 സ്പൂണ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുടി നല്ലൊരു ഷൈനി പോലെ ആവും കേട്ടോ പിന്നെ ഉണ്ടാവുക. കാരണം മുടി ഇങ്ങനെ ഈ ഷാമ്പു ഇട്ട ലുക്കിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുക. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ എല്ലാ മുടി നല്ലൊരു ഒതുങ്ങിയ ടൈപ്പായിരിക്കും. എപ്പോഴും മുടി നമ്മളിങ്ങനെ ഈ പാറി പറന്ന് എണ്ണയില്ലാതെ നിൽക്കുന്നത് നന്നല്ല. അപ്പോഴാണ് മുടി ഏറ്റവും കൂടുതൽ നാശമാവുക. പിന്നെ ഷാമ്പു നമ്മൾ അധികം യൂസ് ചെയ്യാതിരിക്കുക. മറ്റേ ചെറുപയർ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമം തലമുടിക്കൊക്കെ കേട്ടോ.
അതുപോലെ തന്നെ ചെമ്പരത്തി താളി, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഞങ്ങൾ ചെമ്പരത്തി താളി വെച്ചിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അവിടെ അടുത്ത വീട്ടിൽ കുറേ ചെമ്പരത്തി ഉണ്ട്, അപ്പോൾ അവിടുന്ന് പൊട്ടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ മുടി നന്നായി പിഴിഞ്ഞ് തോർത്തി കൊടുക്കണം. ഈറനോടെ ഒരിക്കലും മുടി കെട്ടാൻ പാടില്ല കേട്ടോ, അങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് മുടി നന്നായി ഉണക്കിയ ശേഷം മാത്രമാണ് നമ്മൾ മുടി ചീന്താൻ പാടുള്ളൂ. ഹെയർ ഡ്രയർ ഒന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. മുടി നന്നായി തോർത്തിയിട്ട് പിന്നെ ഉണക്കുക, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഞങ്ങൾ ഇവൾക്ക് ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇവിടെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്, പക്ഷെ അത് കേട് വന്നിരിക്കുകയാണ്, അത് യൂസ് ചെയ്തിട്ടുമില്ല, ഉപയോഗിക്കാതെ അത് കേട് വന്നു. അപ്പോൾ ആ മുടി കണ്ടോ, നല്ല ഒരു കറുപ്പ് കിട്ടാനും കൂടി നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ഈ ഹെയർ കെയർ ടിപ്പ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. മടി ഉണ്ടാവരുത്, മടി പിടിച്ചത് ചെയ്യാൻ പറ്റില്ല. നമ്മളിതിനെ ഇറങ്ങി തിരിക്കണം, എന്നാൽ തന്നെ ഇത് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ചെയ്യാൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അവളുടെ മുടിയൊക്കെ അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. അമ്മ മോളിക്ക് അങ്ങോട്ട് പിടിച്ച് കെട്ടിക്കൊടുത്തു. പിന്നെ അവൾ മേലേകാൻ പോയി കേട്ടോ. പിന്നെ ഉണങ്ങിയ ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ കാട്ടിത്തരുന്നത് നിങ്ങൾക്കിതിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനതിൽ ബിഫോർ ആഫ്റ്റർ മുടി ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മുടി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ ട്രൈ ചെയ്യൂ. ഞങ്ങൾ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ച് മുടി കഴുകിയിട്ടുള്ള ഫൈനൽ ലുക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കണ്ട മുടിയിൽ എണ്ണ തേച്ച പോലെയും തോന്നുന്നുണ്ട്. മുടി നല്ലൊരു ഷൈനി ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പാറി പറന്ന് നടക്കൊന്നുമില്ല. ഇനി ഇത് ഫങ്ഷന് പോകണം അങ്ങനെയൊക്കെ ഉള്ളൊരിതാണെങ്കിൽ നമുക്ക് അതിൽ വേണമെങ്കിൽ ഷാമ്പു അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഉലുവയുടെ പൊടി യൂസ് ചെയ്യാം, അരച്ച് ചേർക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ളത്തിൽ. നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം അലോവേരയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും യൂസ് ചെയ്തിട്ടുള്ള മുടിയാണ് ഇത്. ഒരു ഹെയർ പാക്കാണ് ഇത്, നല്ലൊരു ഹെയർ പാക്കാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ അതാ വെയിൽ, ഇത്ര നേരം മഴയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒരു വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം എടുത്തതാണ് വീഡിയോ, മുടിയൊക്കെ ഉണങ്ങിയപ്പോൾ. അപ്പോൾ ഇങ്ങനെ മുടി ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് അങ്ങനെ പൊട്ടലൊക്കെ ഉള്ളത് മാറാനും നല്ലതാണ് കേട്ടോ. നല്ല ഒരു ഹെയർ പാക്കാണ്. കഞ്ഞിവെള്ളം മാത്രം തേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേക്കുന്നതും നല്ലതാണ്, വേറെ ഒന്നും അതിൽ യൂസ് ചെയ്യണമെന്നില്ല. കഞ്ഞിവെള്ളം ഹെയറിന് മാത്രമല്ല കേട്ടോ, മുഖത്തും ഏറ്റവും നല്ലതാണ് റൈസ് വാട്ടർ. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു ഹെയർ പാക്ക് തന്നെയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.